സോ ഹായ് ഹലോ ഗൈസ്, വെൽക്കം ടു ദ ന്യൂ വീഡിയോ. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ വീഡിയോ നമ്മുടെ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യണം. അതായത് ട്രേഡിങ്ങിനെ കുറിച്ച് ഫ്രീ ആയിട്ട് പഠിപ്പിക്കും. അതായത് ട്രേഡിങ്ങിൻ്റെ ഒരു ബിഗിനർ ലെവലോട്ട്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ട്രേഡിങ്ങിനെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടെങ്കിൽ അല്ലെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്നത് അത് പെട്ടെന്ന് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, അനലൈസ് ചെയ്ത് എങ്ങനെ ട്രേഡ്സ് എടുക്കണം. അതായത് അങ്ങനത്തെ ഒരു ബിഗിനർ ആണെങ്കിൽ യു ആർ ദ കറക്റ്റ് പ്ലേസ്. ബിക്കോസ് നമ്മൾ ഈ ഒരു വീഡിയോസിലൂടെ ട്രേഡിങ്ങിനെ കുറിച്ച് A to Z എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതായത് ഈ ഒരു ചാർട്ട് എങ്ങനെയാണ് അനാലിസ് ചെയ്യണത്, അതിൽ ട്രേഡ്സ് എങ്ങനെ എടുക്കുന്നത്, അത് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഫുള്ള് ബിഗിനർ ഗൈഡ് ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോസ് ചെയ്യാമോ. അത് ഫുള്ളി നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും, അതായത് ഈ ഒരു ചാർട്ട് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യണമെന്ന് അറിഞ്ഞുകൊണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങൾ വരെയും പഠിപ്പിച്ചു തന്നതായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോസ് ചെയ്യാമോ. സോ നമുക്കത് പറഞ്ഞ് ലാഗ് അടിപ്പിക്കാണ്ട് നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഗൈസ്, ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ട്രേഡിങ് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, സോ ട്രേഡിംഗ് എന്ന് വെച്ചാൽ ജസ്റ്റ് വേറെ ഒന്നല്ല, അതായത് ഒരു ബൈയിങ് ആൻഡ് സെല്ലിങ്ങിനെയാണ് നമ്മൾ ഈ ഒരു ട്രേഡിംഗ് എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു സാധനം നമ്മൾ ഒരു ചെറിയൊരു പ്രൈസിൽ വാങ്ങിച്ചിട്ട് അതിൻ്റെ വില കൂടുമ്പോൾ വിൽക്കണതിനെയാണ് നമ്മൾ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അത് എക്സാമ്പിളായിട്ട് ഇപ്പോൾ നിങ്ങൾ ഒരു കടയിൽ പോയിട്ട് ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഒരു ഗോൾഡ് നിങ്ങൾ 100 രൂപയ്ക്ക് വാങ്ങിച്ചെന്ന് വിചാരിക്കുക. ഓക്കെ, അതായത് 1 കിലോ ഗോൾഡ് ഇപ്പോൾ എക്സാമ്പിളായിട്ട് വിചാരിച്ചാൽ മതി കേട്ടോ. ജസ്റ്റ് 1 കിലോ ഗോൾഡ് നിങ്ങൾ 100 രൂപയ്ക്ക് വാങ്ങിച്ചെന്ന് വിചാരിക്കുക. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ വില കൂടി, അതായത് 1 കിലോന് 110 അപ്പോൾ നിങ്ങൾ കൊണ്ടുപോയി സെല്ല് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എത്രയാണ്? 10 രൂപ. സോ ആ ഒരു ഇതിനെയാണ് നമ്മൾ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അത് ചെറിയൊരു പ്രൈസിൽ വാങ്ങിച്ചിട്ട് അതിൻ്റെ വില കൂടുമ്പോൾ വിൽക്കണ ആ ഒരു ഇതിനാണ് നമ്മൾ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് വില കുറയുകയും ചെയ്യാം കേട്ടോ, അല്ലാണ്ട് എപ്പോഴും കൂടി തന്നെ ഇരിക്കില്ല. വില കുറയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾ 100 രൂപ വാങ്ങിച്ച ഗോൾഡ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ 90 രൂപ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 രൂപ ലോസ് ആവും. സോ ആ ഒരു ഇതിനാണ് ജസ്റ്റ് അതായത് ബൈയിങ് ആൻഡ് സെല്ലിങ്, ആ ഒരു ഇതിനാണ് നമ്മൾ ട്രേഡിംഗ് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആ ഒരു ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ ഗൈസ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ട്രേഡിംഗ് ചെയ്യാനുള്ള ആപ്സ് ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. അതായത് ഒരു ട്രേഡിംഗ് എന്താണ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ജസ്റ്റ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ആണ്. സോ അപ്പോൾ നമുക്ക് വാങ്ങിക്കാനും വിൽക്കാനുമായിട്ടൊരു സ്ഥലം വേണമല്ലോ, എന്നാലല്ലേ നമുക്ക് ഈ ട്രേഡിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഞാനിപ്പോൾ എക്സാമ്പിളായിട്ട് നേരത്തെ പറഞ്ഞതാണ് ആ ഒരു ഗോൾഡിൻ്റെ. അത് ഗോൾഡ് നമ്മൾ ജസ്റ്റ് ഒരു മാർക്കറ്റ് ആ ഒരു ഇതിൽ നിന്നാണ് വാങ്ങിച്ചു. സോ അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ഒരു പ്ലേസ് ഉണ്ടാകും. സോ അതിനാണ് നമ്മൾ ഒരു ആപ്പ് യൂസ് ചെയ്യുന്നത്. അത് ജസ്റ്റ് ഒരു ബ്രോക്കറായിട്ട് ഇത് യൂസ് ചെയ്യുന്നത് ആപ്പ്. ഓക്കെ, സോ അപ്പോൾ ഫസ്റ്റ് ഓൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലാണ് ട്രേഡ് ചെയ്യേണ്ടതെങ്കിൽ, അതായത് നമ്മുടെ റിലയൻസ്, ടാറ്റ അങ്ങനത്തെ കുറേ കമ്പനീസ് ഇതൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ആ ഒരു ഇതിലാണ് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഒരു ആപ്പാണ് ദൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നിങ്ങൾക്ക് ആ ഒരു ഷെയർ വാങ്ങിക്കാനും ട്രേഡ് ചെയ്യാൻ ആ ഒരു ഇതിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ് ദൻ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ക്രിപ്റ്റോ കറൻസിയിലാണ് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യേണ്ടതെങ്കിൽ, അതായത് ബിറ്റ് കോയിൻ, എത്തീറിയം, അതായത് അങ്ങനത്തെ ആ ഒരു ഇതിലൊക്കെയാണ് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഒരു ആപ്പാണ് ഡെൽറ്റ എക്സ്ചേഞ്ച്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഈ 2 ആപ്പിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് ദന്നിൽ എങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, അങ്ങനെ ഫണ്ട് ആഡ് ചെയ്യാം, അങ്ങനെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഓൾറെഡി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഡെൽറ്റ എക്സ്ചേഞ്ചിൻ്റെ ദന്നിൻ്റെയും രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ ജസ്റ്റ് നിങ്ങൾക്ക് ഏതിലാണോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്, അതായത് നിങ്ങൾക്ക് ഏത് മാർക്കറ്റിലാണ് ട്രേഡ് ചെയ്യേണ്ടത്, അതായത് ഇന്ത്യൻ മാർക്കറ്റിലാണോ അല്ലെങ്കിൽ ജസ്റ്റ് ക്രിപ്റ്റോ കറൻസിയിലാണോ ഏതാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. സോ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ലഭിക്കുന്നതാണ്. ആ ഒരു വീഡിയോയിൽ തന്നെ നമുക്ക് എങ്ങനെ ട്രേഡ്സ് എടുക്കാം, ആ ഒരു കാര്യങ്ങളൊക്കെ ആ ഒരു വീഡിയോ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ജസ്റ്റ് ആ ഒരു വീഡിയോ വാച്ച് ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഏത് ആപ്പിലാണോ, അത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ക്രിപ്റ്റോയിലാണെങ്കിൽ ജസ്റ്റ് ഡെൽറ്റ എക്സ്ചേഞ്ച് യൂസ് ചെയ്യാതെ തൊട്ട് തന്നെ ഒരു ഇന്ത്യൻ മാർക്കറ്റിലാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ദന്നിൻ്റെ ജസ്റ്റ് രണ്ട് ഞാൻ മെൻഷൻ ചെയ്തിട്ടാകും ആ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് ഈ ട്രേഡിംഗ് വ്യൂ അങ്ങനെ ഓപ്പൺ ചെയ്യാമെന്ന് കാണിച്ചു തരാം. അതായത് നമ്മൾ ഈ അനാലിസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഈ സൈറ്റിലാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ കുറേ കണ്ടിട്ടുണ്ടാവും ഈ ഗ്രീൻ ആൻഡ് റെഡ് ക്യാൻഡിൽസ്. അതായത് ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ചാർട്ട്, അതായത് ഈ ചാർട്ട് നമ്മൾ ട്രേഡിംഗ് വ്യൂ എന്ന് പറഞ്ഞൊരു സൈറ്റിൽ കൂടിയാണ് നമ്മൾ നോക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ബ്രോക്കേഴ്സ് ഉണ്ടല്ലോ, ഇത് ദൻ ഡെൽറ്റ ആ ഒരു ഇതിലും നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അതായത് അതിലും കൂടെ നമുക്ക് അനാലിസ് ഒക്കെ ചെയ്യാവുന്നത്. ബട്ട് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ഈ സൈറ്റാണ്. അതാകുമ്പോൾ എല്ലാ മാർക്കറ്റും നമുക്ക് ഈ സൈറ്റിൽ കൂടെ നോക്കാൻ പറ്റും. അതായത് ആപ്സ് ഒന്നും എടുത്ത് നോക്കേണ്ട ആവശ്യമില്ല. അത് അനാലിസും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്, അതായത് ഇപ്പോൾ ക്രിപ്റ്റോ മാർക്കറ്റ് ആയാലും ഇന്ത്യൻ മാർക്കറ്റ്, എല്ലാ മാർക്കറ്റിലെ ചാർട്ട് നിങ്ങൾക്ക് ഈ ട്രേഡിംഗ് എന്ന് പറഞ്ഞ ഈ സൈറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ മെയിൻലി ഈ സൈറ്റ് യൂസ് ചെയ്യുന്നത്, ഈ ചാർട്ട് കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട്. ഓക്കെ, സോ ഫസ്റ്റ് ഓൾ ഈ ചാർട്ട് എങ്ങനെ, അതായത് ഈ സൈറ്റ് എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്ന് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ അതിനായിട്ട് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം അതിൽ ജസ്റ്റ് ട്രേഡിംഗ് വ്യൂ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഒരു സൈറ്റ് കാണാൻ സാധിക്കുന്നതാണ് ട്രേഡിംഗ് വ്യൂ എന്ന് പറഞ്ഞത്. സോ അതിൽ ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക.
ഓക്കെ, ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ഫസ്റ്റ് തന്നെ കാണാൻ സാധിക്കുന്നത്. അതിൽ ജസ്റ്റ് എന്താ നമ്മുടെ ഈ ഒരു ടോപ്പ് റൈറ്റിൽ എന്താ ഈ ഒരു ചാനലിൻ്റെ ഒരു ലോഗോ കാണാൻ സാധിക്കുന്നില്ല നിങ്ങൾക്ക്. സോ അവിടെ നിങ്ങൾക്ക് ഒരു സൈൻ ഇൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ആദ്യമായിട്ട് ഈ ഒരു ട്രേഡിംഗ് വ്യൂ സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ. സോ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ജിമെയിൽ ഐ ഡി വെച്ച് നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ട്രേഡിംഗ് വ്യൂവിൽ. സോ അതിനുശേഷം ജസ്റ്റ് എന്താ നിങ്ങൾക്ക് ഞാൻ ഒരു ഡീൽ ചാർട്ട് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഓക്കെ, അതിനായിട്ട് ജസ്റ്റ് ഈ ഒരു സെർച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും. സോ അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാണ്ട് നിങ്ങൾക്ക് ഏത് ചാർട്ടാണോ വേണ്ടത് ആ ഒരു ചാർട്ട് ജസ്റ്റ് സെർച്ച് ചെയ്യും. ഇപ്പോൾ എനിക്കൊരു BTC ആണ് വേണമെങ്കിൽ ജസ്റ്റ് ഞാൻ എന്താ BTC എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുന്നതാണ്. സോ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ലൈക്ക് എന്താ ഒരു ചാർട്ട് എല്ലാനും വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇതിൽ ജസ്റ്റ് എന്താ അതിൻ്റെ ഒരു BTCയുടെ ആ ഒരു ചാർട്ട് ഞാൻ ജസ്റ്റ് ഇതിൽ എന്താ പറയുക ലോഞ്ച് ചെയ്യണം. അത് ജസ്റ്റ് ആരും എന്താ ഒരു ഇത് എനിക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ആ ഒരു ഏത് ചാർട്ടാണ് വേണ്ടത് അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ചാർട്ട് എന്താ പറയുക ഓപ്പണായി വരുന്നതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ എന്താ എൻ്റെ ഒരു സ്ക്രീനിൽ ജസ്റ്റ് ആ ഒരു എന്താ ചാർട്ട് ഓപ്പണായി വന്നിട്ടുണ്ട്. ആ ഒരു ബിറ്റ്കോയിൻ്റെ ചാർട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓപ്പണായി വന്നേക്കണം. സോ ഗൈസ് ഇനി ഞാൻ ഈ ഒരു ചാർട്ട് ഇപ്പോൾ ഓപ്പൺ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി. സോ ഇനി ഇതിൽ ടൂൾസ് ഏതൊക്കെയാണ് ജസ്റ്റ് പരിചയപ്പെടുത്തി തരാം. അത് നിങ്ങൾക്ക് എന്താ ഒരു ട്രേഡിംഗ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ടൂൾസ് എന്തൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ലൈക്ക് എന്താ പറയുക ഒരു നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന ടൂൾസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് എന്താ ഫസ്റ്റ് ഓൾ നിങ്ങൾക്ക് എന്താ ടൂൾസ് ഫസ്റ്റ് ഓൾ ഞാൻ പറഞ്ഞ ടൂൾസിൻ്റെ ഒരു എന്താ ഓപ്ഷൻ നിങ്ങൾക്ക് ഒരു എന്താ റൈറ്റ് സൈഡിൽ കാണാൻ സാധിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, ഒരു എന്താ ട്രേഡിംഗ് വ്യൂവിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, സോ ഇതിൽ ഏറ്റവും ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് വേണ്ട ഒരു ഓപ്ഷനാണ് അത് ലൈക്ക് ഈ ഒരു ടൂളാണ് ഈ ഒരു ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നത്. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം ചെയ്യാം ലൈക്ക് എന്താ നിങ്ങൾ ഒരു പറയുന്ന ടൂൾസ് ഉണ്ടല്ലോ അത് ജസ്റ്റ് നിങ്ങൾ ഫേവറേറ്റ് ആ ഒരു ലിസ്റ്റിൽ ആഡ് ചെയ്തിടാം. അതാണ് നിങ്ങൾക്ക് ഇത്തിരി കൂടി എളുപ്പമാണ് ഈ ഒരു ടൂൾസ് യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, സോ അതിനായിട്ട് ഫേവറേറ്റിലോട്ട് ആഡ് ചെയ്തിടാനായിട്ട് ജസ്റ്റ് വേറെ ഒന്നുമില്ല. ഈ ഒരു എന്താ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് വേണ്ട ഒരു ടൂള് ട്രെൻഡ് ലൈൻ ടൂളാണ്. സോ അത് ജസ്റ്റ് എന്താ ഒരു ട്രെൻഡ് ലൈൻ്റെ ആ ഒരു ഇതിൽ ജസ്റ്റ് നിങ്ങളുടെ ഒരു മൗസ് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് ഒരു സ്റ്റാറിൻ്റെ ഒരു ഐക്കൺ കാണാൻ പറ്റും. ഓക്കെ, അത് അന്ന് വെച്ചാൽ ജസ്റ്റ് വേറെ ഒന്നുമില്ല ഒരു ഫേവറേറ്റ് ആ ഒരു ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയാണ്. സോ ജസ്റ്റ് എന്താ പറയുക ആ ഒരു ഫേവറേറ്റ് ആ ഒരു ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളിവിടെ എന്താ പറയുക ആ ഒരു ട്രെൻഡ് ലൈൻ ടൂൾ ഇവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഫേവറേറ്റ് ആ ഒരു ഇതിലിട്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താ ഈ ടൂൾസിൻ്റെ ആ സെക്ഷനിൽ പോയി തപ്പേണ്ട ആവശ്യമില്ല. അതായത് വേറൊരു എന്താ ടൂൾസ് ആഡ് ചെയ്യണം വേറെ എന്താ ലൈക്ക് തപ്പേണ്ട ആവശ്യമില്ല. ഇപ്പം ഒരു സെക്കൻഡ് ടൂൾ ആഡ് ചെയ്ത് കാണിച്ചു തരാം. സോ വീണ്ടും ആ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക അടുത്ത ആ ഒരു ടൂളും കൂടെ ആവുന്നതാണ്. സോ അപ്പം നിങ്ങൾക്ക് അത്രയും ടൈം പോകില്ല നിങ്ങളുടെ ആ ഒരു ടൂൾസ് കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, അതിന് വേണ്ടിയാണ് നമ്മൾ ഒരു ഫേവറേറ്റ് ആ ഒരു ഇത് യൂസ് ചെയ്യുന്നത്. സോ ഞാൻ ഈ പറയുന്ന ടൂൾസൊക്കെ നിങ്ങൾ ജസ്റ്റ് ആ ഒരു ഫേവറേറ്റ് ആ ഒരു ലിസ്റ്റിലോട്ട് ആഡ് ചെയ്തിടാം. ഓക്കെ, സോ ഫസ്റ്റ് തന്നെ ജസ്റ്റ് ആ ഒരു ട്രെൻഡ് ലൈൻ എന്ന് പറഞ്ഞ ആ ഒരു ടൂൾ ജസ്റ്റ് ആഡ് ചെയ്തിട്ട് അതുകൊണ്ട് തന്നെ ലൈക്ക് ഈ ഒരു ഹൊറിസോണ്ടൽ ലൈനും ഈ ഒരു ഈ ഒരു ലൈക്ക് ഈ ഒരു ഹൊറിസോണ്ടൽ ലൈൻ നിങ്ങൾക്ക് ആഡ് ചെയ്തിടാം. അതുകൊണ്ട് തന്നെ ലൈക്ക് എന്താ ഒരു പാരലൽ ചാനൽ എന്ന് പറഞ്ഞൊരു എന്താ പറയുക ടൂൾ നിങ്ങളുടെ ഒരു ഫേവറേറ്റ് ആ ഒരു ലിസ്റ്റിലോട്ട് ആഡ് ചെയ്തിടാം. അതുകൊണ്ട് തന്നെ രണ്ടാമത് നിങ്ങൾ ആഡ് ചെയ്യേണ്ട ഒരു ടൂളാണ് ഈ ഒരു എന്താ പറയുക ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ്. അത് റിട്രേസ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ടൂള്. ഓക്കെ, അത് ഈ ഒരു റിട്രേസ്മെൻറ്റ് ഈ ഒരു എന്താ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു എന്താ ലിങ്കും ഞാൻ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കണ്ടാവും. അത് ഈ ഒരു ടൂൾ എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് നെക്സ്റ്റ് അതായത് നെക്സ്റ്റ് വേണ്ട ഒരു ടൂളാണ് നിങ്ങൾക്ക് ഒരു ലോങ് പൊസിഷനും അതുകൊണ്ട് തന്നെ ഷോർട്ട് പൊസിഷൻ എന്ന് പറയുന്ന ഒരു ടൂള്. അതൊരു ടൂളിലേക്ക് യൂസ് ചെയ്യുന്നത് നിങ്ങൾ വരുന്ന വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതാണ് കേട്ടോ. ഓക്കെ, സോ ഒരു ലോങ് പൊസിഷനും അതുകൊണ്ട് തന്നെ ഒരു ഷോർട്ട് പൊസിഷൻ എന്ന് പറഞ്ഞ ടൂൾ. അതുകൊണ്ട് നെക്സ്റ്റ് നിങ്ങൾക്ക് വേണ്ട രണ്ട് ടൂൾസാണ് ഈ ഒരു റെക്റ്റാങ്കിൾ ആൻഡ് റൊട്ടേറ്റഡ് റെക്റ്റാങ്കിൾ. ഓക്കെ, സോ ഇത്രയും ടൂൾസാണ് നിങ്ങൾക്ക് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു വേണ്ട ടൂൾസ് ഈ ഒരു ലൈക്ക് എന്താ ട്രേഡിങ് ആ ഒരു ഇത് ചെയ്യാനായിട്ട്. ഓക്കെ, അത് ലൈക്ക് എന്താ അതുകൊണ്ട് തന്നെ എന്താ നിങ്ങൾക്ക് അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ഈ ഒരു ലൈക്ക് എന്താ ഒരു മാറ്റേണ്ട ഒരു കാര്യമാണ് അതൊരു ടൈം ഫ്രെയിംസ്. അതിപ്പോൾ നിങ്ങൾക്ക് ഒരു ടൈം ഫ്രെയിം മാറ്റാനായിട്ട് ഇപ്പോൾ കറൻറ്റ്ലി ജസ്റ്റ് ഒരു 3 മിനിറ്റ്സിൻ്റെ ആ ഒരു ടൈം ഫ്രെയിമിലാണ് കിടക്കുന്നത്. സോ ജസ്റ്റ് മാറ്റാനായിട്ട് ജസ്റ്റ് എന്താ പറയുക ലൈക്ക് ഇവിടെ നിങ്ങൾക്ക് ഒരു 3M എന്ന് കാണാൻ പറ്റും. സോ അതിനാണ് നമ്മൾ ഒരു 3 മിനിറ്റ്സ് ആ ഒരു ടൈം ഫ്രെയിം എന്ന് പറയുന്നത്. സോ ഇതിൽ ജസ്റ്റ് നിങ്ങൾക്ക് കുറച്ച് മാറ്റം വരുത്താനുണ്ട്. അതായത് ജസ്റ്റ് വേറെ ഒന്നല്ല, അതായത് ലൈക്ക് എന്താ ഒരു ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതും ജസ്റ്റ് ഇതുകൊണ്ട് തന്നെ ഈ ഒരു എന്താ പറയുക ഫേവറേറ്റ് ആ ഒരു ഇത് ലൈക്ക് ആ ഒരു സ്റ്റാറിൻ്റെ ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫേവറേറ്റ് ആ ഒരു ഇതിലോട്ട് വരുന്നതാണ്. സോ ഇതിലും നിങ്ങൾക്ക് എന്താ പറയുക ജസ്റ്റ് ഒരു ലൈക്ക് ഒരു 1 മിനിറ്റ് അതുകൊണ്ട് തന്നെ 3 മിനിറ്റ്സ് 5 മിനിറ്റ്സ് അതുകൊണ്ട് തന്നെ 15 മിനിറ്റ്സ് 1 അവർ 4 അവർ. ഓക്കെ, ഇത്രയും മതി ജസ്റ്റ് എന്താ പറയുക നിങ്ങൾക്ക് ആ ഒരു ഫേവറേറ്റ് ആ ഒരു ഇതിലോട്ട് ആഡ് ചെയ്തിടാം. സോ ഈ ഒരു ഫേവറേറ്റ് ആഡ് ചെയ്ത് തരണ വേറെ ഒന്നും കൊണ്ടല്ല നമുക്ക് എന്താ പറയുക ഒരു പെട്ടെന്ന് ആ ഒരു ടൈം ഫ്രെയിം സ്വിച്ച് ചെയ്യാൻ വേണ്ടിയാണ്. അതായത് എന്താ പറയുക നമുക്ക് ജസ്റ്റ് ഈ ഒരു എന്താ പറയുക ഒരു ലൈക്ക് എന്താ ഇത് എടുത്തിങ്ങനെ എന്താ ഇത്രയും ടൈം നമുക്ക് വേസ്റ്റ് ആവില്ല. അതായത് ലൈക്ക് ഇപ്പോൾ എന്താ പറയുക ഇപ്പോൾ ഈ ഒരു ഫേവറേറ്റ് ഇതിലോട്ട് ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് എന്താ നമുക്ക് ടൈം ഫ്രെയിം സ്വിച്ച് ചെയ്യണം. ജസ്റ്റ് ഇത് എടുത്ത് ലൈക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ കണ്ടുപിടിച്ചാൽ ആ ഒരു അത്രയും ടൈം വേസ്റ്റാണ്. ബട്ട് നമ്മൾ ആ ഒരു എന്താ ഫേവറേറ്റ് ആ ഒരു ഇത് ജസ്റ്റ് ആഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ ആ ഒരു ടൈം ഫ്രെയിംസൊക്കെ ഏറ്റവും ടോപ്പിൽ തന്നെ എടുക്കും. സോ നമുക്ക് പെട്ടെന്ന് എന്താ പറയുക ഇതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ടൈം ഫ്രെയിംസൊക്കെ സ്വിച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത്ര ഉള്ളൂ ജസ്റ്റ് ഈ ഒരു എന്താ പറയുക ട്രേഡിംഗ് വ്യൂവിൻ്റെ ആ ഒരു ലൈക്ക് എന്താ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ആ ഒരു കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ജസ്റ്റ് എന്താ ഇപ്പം നിങ്ങൾ ഈ ഒരു ചാർട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലല്ലെങ്കിൽ അതായത് ലൈക്ക് ഇപ്പോൾ ഈ ഒരു രീതിയിൽ എന്താ ഇങ്ങനത്തെ ഒരു
ക്യാൻഡിൽസ് അല്ലെങ്കിൽ ജസ്റ്റ് ബാർ ആരും ഇതല്ല കാണുന്നതെങ്കിൽ ജസ്റ്റ് എന്താ പറയുക നിങ്ങളുടെ ഒരു ടൈം ഉണ്ടാവുമല്ലോ ഇവിടെ, അതായത് നമ്മളിപ്പോൾ ജസ്റ്റ് ഇത് മാറ്റിയായിരുന്നു അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഒരു ക്യാൻഡിലിൻ്റെ ഒരു ഐക്കണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് അത് ഇപ്പോൾ ഒരു ക്യാൻഡിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ചിഹ്നമായിരിക്കും ഇവിടെ കാണുന്നത്. സോ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാണ്ട് ഇതിൽ ജസ്റ്റ് എന്താ പറയുക വേറെ ഏതെങ്കിലുമാണ് നിങ്ങളുടെ സെലക്റ്റായി കിടക്കുന്നതെങ്കിൽ ജസ്റ്റ് ഈ ഒരു ക്യാൻഡിൽ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക ഒരു ഇത് വരുന്നതാണ്. അല്ലെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ നിങ്ങളുടെ വല്ല എന്താ പറയുക ലൈക്ക് ലൈനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ജസ്റ്റ് എന്താ പറയുക സ്വിച്ച് ചെയ്ത് ഈ ഒരു ക്യാൻഡിലോട്ട് വെക്കുക. കാരണം വെച്ചാൽ ക്യാൻഡിലാണ് നമുക്ക് എളുപ്പം, അതായത് ലൈക്ക് ഈ ഒരു എന്താ പറയുക ചാർട്ട് അനാലിസിസ് ചെയ്യാൻ ഇതിനൊക്കെ ഏറ്റവും എളുപ്പം ഈ ഒരു ക്യാൻഡിൽ ഒരു ഇത് ചെയ്യുന്നതാണ്. ലൈക്ക് അല്ലാണ്ട് ഇപ്പോൾ വേറെ ഇതിലോട്ടൊക്കെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഒന്നും നമുക്ക് എന്താ പറയുക മനസ്സിലാവില്ല. ഇത് ഒരു എന്താ ചാർട്ട് എങ്ങാടേക്കാണ് പോകുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഓക്കെ, ഇപ്പോൾ നമ്മൾ ലൈനായൊരു ഇതിലോട്ടൊക്കെ ആഡ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവില്ല എങ്ങാടേക്കാണ് ഈ ഒരു ചാർട്ട് പോകുന്നത്. അവിടെ നമുക്ക് അനാലിസിസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിക്കോളും. സോ അതുകൊണ്ട് ഏറ്റവും എളുപ്പം ഈ ഒരു ക്യാൻഡിൽസ് ആ ഒരു ഇതിലാണ് നമുക്ക് അനാലിസും ഈ ഒരു കാര്യം ട്രേഡ്സ് ഒക്കെ എടുക്കാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ളൂ. സോ അതുകൊണ്ട് എപ്പോഴും ക്യാൻഡിൽസ് ആ ഒരു ഇതിലിട്ട് തന്നെ നോക്കാം, അതായത് ഈ ഒരു കിടക്കുന്ന ക്യാൻഡിലാണോ നോക്കാം നിങ്ങൾ ഗൈസ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതായത് ഒരു ട്രേഡിങ് എന്താണ്, അതുകൊണ്ട് തന്നെ ഈ ഒരു എന്താ പറയുക ട്രേഡിംഗ് വ്യൂവിൽ നിങ്ങൾക്ക് അങ്ങനെ ഈ ഒരു ചാർട്ട് ഓപ്പൺ ചെയ്യാം, ബാക്കി ഒരു ടൂൾസ് എന്താ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ ഗൈസ് ഇപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്താ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു എന്താ പറയുക ചാറ്റിൽ ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ജസ്റ്റ് എന്താ നമ്മൾ ഈ ഒരു യൂട്യൂബിൽ ഡെയിലി എല്ലാ ദിവസവും ലൈവ് ഉണ്ടാവുന്നതാണ്. അതായത് എല്ലാ ദിവസവും രാത്രി നമ്മൾ ഒരു 8 മണി ആ ഒരു ടൈം തൊട്ട് ലൈവ് ഉണ്ടാവുന്നതാണ്. സോ ആ ഒരു ലൈവായിട്ടുള്ള ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഡൗട്ട്സ് എന്താ ലൈവായിട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ജസ്റ്റ് എന്താ നിങ്ങൾക്ക് തന്നെ ഒരു ടെലിഗ്രാമിലായാലും കോൺടാക്ട് ചെയ്യാം. അതായത് നമുക്ക് എന്താ ടെലിഗ്രാമിൽ നമുക്കൊരു ഫ്രീ ആയിട്ടുള്ള ഒരു ചാനലുണ്ട്. അതായത് ജസ്റ്റ് എന്താ ഒരു ലൈക്ക് ഞാനൊരു പേഴ്സണൽ എടുക്കുന്ന ട്രേഡ്സ് അതുകൊണ്ട് തന്നെ ലൈക്ക് അതിൻ്റെ അനാലിസിസ് ആ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മളൊരു ഫ്രീ ആയിട്ടുള്ള ഒരു ടെലിഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നത്. സോ ജസ്റ്റ് ആ ഒരു ടെലിഗ്രാം ചാനൽ ഇപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ ലിങ്ക് ഞാൻ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. സോ ഗൈസ് അപ്പോൾ എന്തായാലും നമുക്ക് ഇനി എന്താ പറയുക നെക്സ്റ്റ് ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും. Bye, it's me Bruto signing out.